മൂല്യം 0.8 മുതൽ 1 വരെയാണെങ്കിൽ വളരെ ഉയർന്ന മാനവ വികസനം എന്ന് കണക്കാക്കുന്നു. 0.7 മുതൽ 0.799 വരെയാണെങ്കിൽ ഉയർന്ന മാനവ വികസനം. 0.550 മുതൽ 0.699 വരെയാണെങ്കിൽ ഇടത്തരം മാനവ വികസനം. 0.550 താഴെയാണെങ്കിൽ താഴ്ന്ന മാനവ വികസനവുമായിട്ടാണ് കണക്കാക്കുന്നത്. മാനവ വികസന സൂചിക മൂല്യം രേഖപ്പെടുത്തുന്നത് 0നും 1നും ഇടയിലാണ്. വികസനമില്ലായ്മ സൂചിപ്പിക്കുന്നത് 0ആണ്. HDI വാല്യൂ 0 ആണെങ്കിൽ അത് വികസനമില്ലായ്മയെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഉയർന്ന വികസനത്തിൻ്റെ വാല്യൂ 1 ആയിരിക്കും. UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് 1990 മുതലാണ്. അപ്പോൾ UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് 1990 മുതലാണ്. 2024 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134 സ്ഥാനമാണ്. 1ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡിലാണ്. ഇനി ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക നോക്കാം. പ്രതിശീർഷ വരുമാന സൂചികയേക്കാൾ മികച്ച സൂചികയാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ആണ്, PQLI. ഇത് പ്രാബല്യത്തിൽ വരുന്നത് 1979 മുതലാണ്. PQLI വികസിപ്പിച്ചത് മോറിസ് ഡേവിസ് മോറിസ് ആണ്. PQLI സൂചിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, അടിസ്ഥാന സാക്ഷരത എന്നിവയാണ്. ഇനി അടുത്തത് മാനവ ദാരിദ്ര്യ സൂചികയാണ് നോക്കുന്നത്. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ആണ്. മാനവ വികസന സൂചികയുടെ പൂരകമായി ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്തതാണ് മാനവ ദാരിദ്ര്യ സൂചിക എന്ന് പറയുന്നത്. HPI ആണ്. ഈ HPI തയ്യാറാക്കുന്നതിനായി പരിഗണിക്കുന്നത് സുദീർഘവും ആരോഗ്യകരവുമായ ജീവിതം, അറിവ്, ജീവിത നിലവാരം, ഈ 3 ഘടകങ്ങളാണ് മാനദണ്ഡമായി എടുത്തിരിക്കുന്നത്. HPIയുടെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 1997ലാണ്. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിൻ്റെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആണ്. ഓർത്തിരിക്കേണ്ടതാണ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നല്ലതുപോലെ പഠിച്ചു വയ്ക്കുക.